ഗവർണറുടെ ചായ സൽക്കാരത്തിന് പിന്നാലെ ഇപ്പോൾ ലോക് ഭവനിൽ നിന്ന് മന്ത്രിമാർ ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ, അവരുടെ ഔദ്യോഗിക വാഹനങ്ങൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഓഫീസുകളിലെത്തി ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങാണ് ഇനി അവശേഷിക്കുന്നത്. അതിന് പിന്നാലെയാണ് ആദ്യ ക്യാബിനറ്റ് യോഗം. സ്റ്റേറ്റ് കാറുകൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നത് കാണാം. സ്റ്റേറ്റ് കാർ 19 ഇപ്പോൾ ഇതാ പുറത്തേക്ക് വരുന്നു. മന്ത്രിമാർ ഇപ്പോൾ ഓരോരുത്തരായി പുറത്തേക്ക് വരികയാണ്. ഗവർണറുടെ ചായ സൽക്കാരം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 3/4 മണിക്കൂറോളം ചായ സൽക്കാരം നീണ്ടു. നമുക്ക് ലോക് ഭവനകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഗവർണർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി വി.ഡി. സതീശനും മന്ത്രിമാരും ഇപ്പോൾ ചായ സൽക്കാരത്തിന് പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് കാണാൻ കഴിയുന്നത്. അവരുടെ ഔദ്യോഗിക വാഹനങ്ങൾ, എസ്കോർട്ട് വാഹനങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതാ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാഹനവും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി അവർ സെക്രട്ടേറിയറ്റിലേക്കാണ്. അവിടെയാണ് ഓഫീസുകളിൽ അവർക്ക് ചുമതല ഏറ്റെടുക്കേണ്ടത്. വിജിൻ വായാന്തോടുണ്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. വിജിൻ, ചായ സൽക്കാരം അവസാനിച്ചു. ഇനി മന്ത്രിമാർ ഓരോരുത്തരായി അവരുടെ ഓഫീസുകളിൽ ചുമതല ഏറ്റെടുക്കാനായി നേരെ അങ്ങോട്ടേക്കല്ലേ വരുന്നത്? തീർച്ചയായും എന്തായാലും ലോക് ഭവനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇപ്പോൾ നേരെ സെക്രട്ടേറിയറ്റിലേക്കാണ് എത്തുക. സെക്രട്ടേറിയറ്റിലെത്തി മന്ത്രിസഭാ യോഗമാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗം. ആ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ആ മന്ത്രിമാരുടെ അതത് ഓഫീസുകളിൽ എല്ലാവരുടെയും വകുപ്പുകൾ നിലവിൽ തീരുമാനമായിട്ടില്ല. ചിലരുടെ വകുപ്പുകളിൽ മാത്രമാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിമാർ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, എ.പി. അനിൽകുമാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അവർ നേരത്തെ കഴിഞ്ഞ 10 വർഷം മുമ്പുണ്ടായിരുന്ന ഘട്ടത്തിൽ ഉപയോഗിച്ച മന്ത്രിമാരുടെ ഓഫീസ് തന്നെ വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഓഫീസുകളിലേക്കായിരിക്കും അവർ എത്തുക. നിലവിൽ എന്തായാലും സെക്രട്ടേറിയറ്റ് ഗേറ്റിന് പുറത്ത് ഇപ്പോഴും ആവേശത്തോടെ തന്നെ പ്രവർത്തകരൊക്കെ നിൽക്കുന്നുണ്ട്. ഗേറ്റിനകത്തേക്ക് അവരെ കടത്തിവിടുന്നില്ല. പക്ഷേ അവരൊക്കെ പുറത്ത് മന്ത്രിമാരുടെ വാഹനം വരുന്നതും കാത്ത് ഇരിക്കുകയാണ്. നല്ല മഴ ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ലോക് ഭവനിൽ നിന്ന് പുറപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രിയും നേരെ സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്തെ ഗേറ്റ് വഴിയാണ് അകത്തേക്ക് കയറുക എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ അതുവഴി എത്തുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മന്ത്രിസഭാ യോഗം ചേരുന്ന ചേംബറിൽ അവിടെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെത്തും. മന്ത്രിസഭാ യോഗം ഏറ്റവും നിർണായകമായ ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നതാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ UDF തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെച്ചതാണ്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ അത് ആദ്യ മന്ത്രിസഭാ യോഗം KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, ഒപ്പം തന്നെ ആശാവർക്കർമാരുടെ സമരം നടക്കുന്ന ഘട്ടത്തിൽ അവർക്ക് 21,000 രൂപയായി അവരുടെ ഓണറേറിയം ഉയർത്തും എന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആ തീരുമാനം ഉണ്ടാകുമെന്ന് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും മന്ത്രിമാരുടെ വാഹന വ്യൂഹം നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ് വഴി അകത്തേക്ക് കയറി വരികയാണ്. എന്തായാലും ഈ ഗേറ്റ് വഴി തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ ചീഫ് സെക്രട്ടറിയാണ് പോയത് എന്നാണ് കരുതുന്നത്. എന്തായാലും മന്ത്രിമാർ അല്പസമയത്തിനകം തന്നെ എത്തും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് ഈ ഗ്യാരണ്ടികൾ, അതിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ 25 ലക്ഷം രൂപ ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തും എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ആ പ്രഖ്യാപനങ്ങളിൽ ഏതൊക്കെ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കും, ഒപ്പം തന്നെ കേരളത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അത് വളരെ മോശമാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഒപ്പം തന്നെ മന്ത്രിമാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.